നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം അറിയണം അല്ലെ. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഈ വ്യത്യാസം അറിയണം. സിമ്പിൾ ഇൻട്രസ്റ്റിന് നമ്മളൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു, PNR/100 എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്, അതുപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P × 1 + R/100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് A = P × 1 + R/100⁻n. ഇതിൽ P ഒക്കെ എന്താണ്? P എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ പ്രിൻസിപ്പൽ ആണ്. R എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടി അറ്റ് ദ എൻഡ് നമ്മൾ എത്ര വർഷമാണോ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ എൻഡ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എമൗണ്ട്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും എല്ലാം കൂട്ടി എത്ര വർഷമാണോ നിക്ഷേപിച്ച് ആ വർഷത്തിന്റെ അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ അവസാനം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പളായ പിയും കൂടെ ചെയ്യണം. എന്നാലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI. നേരത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്താ പഠിച്ച SI. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഈ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പളും കൂടെ ചെയ്താലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നപ്പോൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇക്വേഷൻ റേസ് ടു n എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല കാണുമ്പോൾ തന്നെ പേടിക്കുന്നു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു ചോദ്യവും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സിമ്പിളായിട്ട് ഈ ഫോർമുല മറന്നുപോയാലും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ വരുന്ന ക്വസ്റ്റ്യൻസിലും പഠിക്കും. അതായത് ഈ ഫോർമുലയും വെച്ച് ചെയ്യാം, അല്ലാതെയും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകളിൽ പഠിക്കാം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? അതായത് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഒരു 1000 രൂപ നിക്ഷേപിക്കുകയാണ്. 1000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അത് ഒരു വർഷം കഴിയുമ്പോൾ അത് നമ്മൾ വാർഷിക നിരക്കിൽ, അതായത് ഇയർലി ഇൻട്രസ്റ്റ് ബേസിസിലാണ് നമ്മൾ നിക്ഷേപിച്ചത്, വാർഷിക നിരക്കിൽ. ഓക്കെ, അപ്പോൾ വാർഷിക നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ 1000 രൂപയ്ക്ക് ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് എങ്കിൽ 100 രൂപ ഉൾപ്പെടെ 1100 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ രണ്ടാമത്തെ വർഷം നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ 1100 രൂപയും നമ്മുടെ പ്രിൻസിപ്പൾ ആവാണ്. 1100 രൂപയും നമ്മുടെ പ്രിൻസിപ്പൾ എമൗണ്ടായി. 1100 രൂപയും പ്രിൻസിപ്പൾ എമൗണ്ടായി. 1100 രൂപയും പ്രിൻസിപ്പൾ എമൗണ്ടായി. അപ്പോൾ ഈ 1100ന്റെ 10% നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം അതുപോലെ കറസ്പോണ്ട്ലി മൂന്നാമത്തെ വർഷം അതിന്റെ പലിശയുടെ പലിശ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത്, വാർഷിക നിരക്കിലാണെങ്കിൽ ഓരോ വർഷവും, അല്ലെങ്കിൽ അർദ്ധവാർഷിക നിരക്ക്, അതായത് മന്ത്ലി ബേസിസ് ആവാം, ഹാഫ് ഇയർലി ബേസിസ് ആവാം, ഇയർലി ബേസിസ് ആവാം, അർദ്ധവാർഷിക നിരക്കിലാവാം, വാർഷിക നിരക്കിലാവാം. എങ്ങനെയാണെങ്കിലും ആ പലിശ നമുക്കതിൽ കൂടി കിട്ടും. അപ്പോൾ ആ പലിശയുടെ പലിശ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഈ കൂട്ടുപലിശ കൂടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പം 3 വർഷത്തേക്കാണെങ്കിൽ 3 വർഷത്തിന്റെ അവസാനം കിട്ടുന്ന എമൗണ്ടിന്റെ ഫോർമുലയാണ് P × 1 + R/100⁻n. അഥവാ അപ്പോൾ അതിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാനാണെങ്കിലോ ഈ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പൾ, അതായത് നമ്മുടെ മുടക്ക് മുതൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടും. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം.
50,000 രൂപ 8% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്ര? നമുക്ക് ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. 2 വർഷത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ ഫോർമുല അനുസരിച്ചാണെങ്കിൽ 2 വർഷത്തേക്കുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്നും നമ്മുടെ പ്രിൻസിപ്പൽ അഥവാ മുടക്ക് മുതലായ 50,000 രൂപ കിഴിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഞാൻ ജസ്റ്റ് ആ ഫോർമുല വെച്ചാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ ഒന്ന് എഴുതിയിടാം. എന്നിട്ട് നമ്മൾ അല്ലാതെ പഠിക്കുന്ന വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റു 1 പ്ലസ് 6 എത്രയാണ്? 8. 8/100 ഹോൾ റേസ് ടു എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? CI എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇതിനൊരു എക്സ് എന്ന് പേരിടാം. അപ്പോൾ ഈ എക്സ് മൈനസ് അഥവാ എമൗണ്ട് എക്സ് എന്ന് പേരിടേണ്ട, ഇത് ഓൾറെഡി എമൗണ്ട് ആണല്ലോ. എമൗണ്ട് മൈനസ് ഇതെന്ന് പറയുന്ന എമൗണ്ട് ആണല്ലോ. എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പളായ 50,000. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഇതിൽ സ്ക്വയർ എടുക്കണം, ഈ ഫോർമുല ഓർത്തിരിക്കണം. ഇതൊന്നും നടക്കാത്ത കേസിലാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? അപ്പോൾ ആ 50,000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അപ്പോൾ 50,000 രൂപയുടെ 8% നമുക്ക് കാണേണ്ടത്. അപ്പോൾ 50,000 ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷമാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓരോ വർഷവും അതിൻ്റെ പലിശ ക്രെഡിറ്റ് ആവുന്നു. പിന്നെ ആ പലിശയും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ് നമ്മുടെ പ്രിൻസിപ്പൾ ആവുന്നത്, അല്ലേ? പലിശയുടെ പലിശ. അപ്പോൾ ഫസ്റ്റ് ഇയർ 50,000 നമ്മൾ നിക്ഷേപിച്ചു. 50,000-ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 50,000 ഇൻറ്റു 8/100. അപ്പോൾ 500 ഇൻറ്റു 8, 8×5 40, 4,000. 4,000 രൂപ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്താവുന്നു? സെക്കൻഡ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന മുടക്ക് മുതൽ ഈ 50,000 പ്ലസ് ഈ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ 4,000 രൂപ പലിശ, അതായത് 50,000 പ്ലസ് 4,000. അപ്പോൾ 54,000 രൂപയാണ് നമ്മുടെ രണ്ടാമത്തെ വർഷം നമ്മുടെ പ്രിൻസിപ്പിൾ. 54,000 ഇൻറ്റു 8/100. അപ്പോൾ 540 ഇൻറ്റു 8 എന്നായി. 8×4 32, 8×5 40, 43. 4,320 രൂപ കിട്ടി. അതാണ് നമുക്ക് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ. അപ്പോൾ മൊത്തം 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. അപ്പോൾ മൊത്തം 2 വർഷം എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലെയും ഇത് സെക്കൻഡ് ഇയറിലെയും. അപ്പോൾ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4,000 പ്ലസ് 4,320, 4,000 പ്ലസ് 4,320, അതായത് 8,320. ഓപ്ഷൻ സി. നമ്മൾ ഈ ഫോർമുല വെച്ച് ഇതിനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 50,000 ഇൻറ്റു 1 പ്ലസ് 8/100 ഹോൾ റേസ് ടു 2. ഇതാണല്ലോ നമ്മുടെ എമൗണ്ട് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 50,000 ഇൻറ്റു 100 പ്ലസ് 8, അതായത് 108/100 ഹോൾ റേസ് ടു 2, അതായത് 50,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100. നൂറ്റെട്ട് ഇൻറ്റു 5 ഇൻറ്റു 108, അതായത് 8,320. അപ്പോൾ ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഈ ഉത്തരം കിട്ടുന്നത്. അങ്ങനെ ചെയ്യാതെ ഫോർമുല മറന്നുപോയവർക്കും അല്ലെങ്കിൽ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടവർക്കും ഇത് വളരെ എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കുക. അതായത് 50,000-ന് 8% എന്ന് പറഞ്ഞാൽ 8/100, അതായത് 4,000.
ആ 50,000-ന്റെ കൂടെ ഈ 4,000 കൂടെ പലിശ ചേരുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഇയറിലെ പ്രിൻസിപ്പൾ ആവുന്നത്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം നമ്മുടെ മുടക്ക് മുതൽ അഥവാ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 54,000 ആവുന്നു. ആ 54,000-ന്റെ 8% എന്ന് പറയുന്നത് 4,320 ആണ്. അങ്ങനെ ഒന്നാമത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും പലിശ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? 8,320 രൂപ കിട്ടുന്നു. അതായത് ഓപ്ഷൻ സി 8,320 ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെയും ചെയ്യാം? നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. A is equal to 50,000 into 1 plus 8/100 whole raised to 2 എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 50,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇവിടെ കണ്ടുപിടിച്ചു 8,320. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എളുപ്പ വഴി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ ഉത്തരം 8,320 ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളിവിടെ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടപ്പം നമ്മൾ കണ്ടു 50,000 ഇൻറ്റു 1 + 8/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ സ്ക്വയർ ഒക്കെ ഉണ്ട്, കുറേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, കുറച്ചധികം ചെയ്യാനുണ്ട്. അതിനുശേഷം എ കിട്ടിയതിന് ശേഷം അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഫോർമുല ഇട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പ വഴി പറഞ്ഞത് ഫോർമുല മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ ഭയങ്കര അധികം കാൽക്കുലേഷൻ ഉണ്ട്, അത് ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അല്ലാത്തവർക്ക് ഈ ഫോർമുലയിൽ ഇത് ഈ വാല്യൂസ് എല്ലാം ഇട്ട് ഫുള്ള് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. അടുത്ത ചോദ്യം, 40,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക. നേരത്തെ നമ്മൾ കണ്ടത് 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന പലിശയാണ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക, അതായത് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടാൻ. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് തന്നെയാണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ എമൗണ്ട് കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. അതായത് 40,000 ഇൻറ്റു 1 + 10/100 ഹോൾ റേസ് ടു 2 ഇങ്ങനെ കണ്ടുപിടിച്ച് ഇതിനെ കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഈ ഫോർമുല മറന്നുപോയവർക്കോ അല്ലെങ്കിൽ ഇത്രയും സ്ക്വയർ ഒക്കെ എടുത്ത് LCM ഒക്കെ കണ്ട് ചെയ്യാൻ അറിയാമല്ലാത്തവർക്കും വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു എളുപ്പ വഴി നോക്കാം. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? 40,000 രൂപയുടെ 10%, അതായത് 4,000 രൂപ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എന്തായി? ഈ 4,000 + 40,000, അതായത് 44,000 രൂപ. സെക്കൻഡ് ഇയർ ഞാൻ എപ്പോഴും പറഞ്ഞു കൂട്ടുപലിശ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഫസ്റ്റ് ഇയറിന്റെ പലിശയും ആദ്യത്തെ വർഷത്തിന്റെ പലിശയും അതുപോലെ നമ്മളുടെ മുടക്ക് മുതലും കൂടെ ചേർന്ന് വരും. അതിനുള്ള പലിശയാണ് നമുക്ക് കിട്ടുന്നത്, അതായത് 44,000 രൂപ. 44,000 രൂപയുടെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 4,400 രൂപ. 4,400 രൂപ. ഇത് രണ്ടും കൂടെ അപ്പൊ നമുക്ക് മൊത്തം 2 വർഷത്തേക്ക് കിട്ടാൻ പോകുന്ന പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 4,000 + 4,400, അതായത് 8,400. ഇനി മൊത്തം തുക 2 വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഈ പലിശയായ 8,400 കിട്ടും. പോരാതെ നമ്മൾ ഇട്ട 40,000 കിട്ടും. നമ്മുടെ പ്രിൻസിപ്പിളും കിട്ടും, നമ്മുടെ പലിശയും കിട്ടും. അതായത് 40,000 + 8,400, അതായത് 48,400 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം. ഫോർമുല മറന്നുപോയവർക്കും സ്ക്വയറും LCM ഒക്കെ എടുത്ത് കണക്ക് കൂട്ടി ചെയ്യാൻ അറിയാൻ മേലാത്തവർക്കും പെട്ടെന്ന് സമയം ലാഭിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് 48,400 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം.